ഹായ് ഓൾ, എല്ലാവർക്കും അബീറ്റ് പിന്നക്കിൾ അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് +1 പഠിക്കുന്ന കുട്ടികളാണോ, അല്ലെങ്കിൽ +2 പഠിക്കുന്നത്, നിങ്ങൾ ആരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യത്തില്ല എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിന് പറയാൻ വേണ്ടി പ്രത്യേകിച്ച് ആദ്യമേ ഒന്ന് വന്നത്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പറയാൻ വേണ്ടി മാത്രമല്ല, ഇപ്പോൾ +1 ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ സാധനമൊക്കെ നിങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പഠനമൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി തുടങ്ങിയ സബ്ജക്റ്റുകളുടെയും ലാംഗ്വേജുകളുടെയും പഠനം നിങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു, ഷെയർ ചെയ്യാനുള്ളതെന്ന് ഷെയർ ചെയ്തേക്കണം. കാരണം അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ഫോക്കസ് ഏരിയ സാധനം വന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഓരോ കണ്ടൻറ് ഉണ്ടല്ലോ, ആ കണ്ടൻറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെല്ലാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നറിയാമോ? താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്മളൊരു PDF കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിയാലും മതി. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ കൊടുത്തേക്കാം, അതിലേക്ക് നോക്കുക. നമ്മൾ ടെലിഗ്രാം ചാനൽ ഓൾറെഡി ഇന്നലെ തന്നെ സാധനം അപ്ലോഡായി കൈ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ചെന്ന് നോക്കിയാൽ PDF കിട്ടും. ഓക്കെ, +1 ടെലിഗ്രാം ചാനൽ കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു PDF താഴെ അവൈലബിൾ ആണ്. അത് ഫിസിക്സിൻ്റെ PDF ആണ്. അതിനകത്ത് നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ, ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, അങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഗ്രാവിറ്റേഷൻ ഓരോ ചാപ്റ്റേഴ്സിനകത്തേയും ഓരോ ചാപ്റ്ററും ഉണ്ട്. അതിൻ്റെ ഓരോ കണ്ടൻറ്റ് നിങ്ങളുടെ ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തേപ്പുണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് ഓരോ കണ്ടൻറ്റ് കൊടുത്തേപ്പുണ്ട്. നിങ്ങൾ ആ PDF ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, PDF വെറുതെ ഇരിക്കുമല്ലോ, ഒന്ന് നോക്കുക. ഒരു 2-4 പേജുള്ള PDF ആണ്. ആ PDF ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് ബ്ലൂ കളർ കാണാൻ പറ്റും. നമ്മൾ ഓരോ കണ്ടൻറ്റിനകത്ത് എന്ത് കാണാൻ പറ്റും? ബ്ലൂ കളർ. ആ ബ്ലൂ കളർ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? നിങ്ങൾക്ക് ആ പോർഷൻ പഠിപ്പിക്കുന്ന വീഡിയോ ഏതാണോ ആ വീഡിയോ പ്ലേ ആവുന്നതാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ PDF എടുത്ത് ഇതും ശ്രദ്ധിച്ചോണേ, ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണേ. ചിലപ്പോൾ നിങ്ങൾ ആ PDF എടുത്ത് നോക്കി ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്ലിക്ക് ആകത്തില്ല. അത് ചിലപ്പോൾ ആ PDF റീഡറിൻ്റെ കുഴപ്പമാണ്. അത് നിങ്ങളൊന്നും ചെയ്താൽ ഒരു കാര്യം ചെയ്താൽ, നിങ്ങളുടെ ഫോണിനകത്ത് എല്ലാവരുടെയും കൈ വേർഡ് കാണുമല്ലോ, വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വേർഡ് ഉണ്ടല്ലോ, നമ്മൾ സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്ന വേർഡ് എല്ലാവരെയും കാണും. അപ്പോൾ ആ PDF ആ വേർഡിനകത്തൊന്ന് കൊണ്ടിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം അത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ വീഡിയോ കാണാൻ പറ്റും. ചിലതിനകത്ത് അങ്ങനെ വരാറുണ്ട്. എൻ്റെ ഫോൺ അത് ചെയ്ത സമയത്ത് PDF-നകത്ത് നോക്കുമ്പം എൻ്റെ ഡ്രൈവിനകത്താണ് ഞാൻ PDF ഓപ്പൺ ആക്കുന്നത്. പക്ഷേ ഡ്രൈവിൽ എൻ്റെ ക്ലിക്ക് ചെയ്തിട്ട് അത് വന്നില്ല. പക്ഷേ ഞാൻ വേർഡിനകത്ത് ഇട്ട് നോക്കിയപ്പോൾ ഓപ്പൺ ആയപ്പോൾ വന്നു. അങ്ങനെ കണ്ടീഷൻ ചിലർക്ക് അങ്ങനെ വരാറുണ്ട്. എനിക്കങ്ങനെ വന്നുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് ഞാൻ അത് പറയാനുള്ള കാരണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണേ. ചിലപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നീലയ്ക്കകത്ത്, ബ്ലാക്കിനകത്തല്ല നീലയ്ക്കകത്ത്, നീലമായിട്ട് എഴുതിയേക്കുന്ന കണ്ടൻറ് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്കായി വീഡിയോയിലോട്ട് പോകുന്നില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വേർഡിൽ കൊണ്ടിട്ടതിന് ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ആ വീഡിയോയിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ കാര്യം പറഞ്ഞതെല്ലാം ഓക്കെ ആണല്ലോ. ആ PDF ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, ആ PDF നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് കുറച്ച് അറിവ് കൊണ്ട് കിട്ടട്ടെ എന്ന് കരുതി എന്ത് ചെയ്യുക, ഈ കാര്യം നേരെ അവരിലൊക്കെ കൊടുക്കുക. കാരണം നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് കണ്ടൻറ്റാണോ അതിൽ പഠിക്കേണ്ടത്. ഇപ്പോൾ ഒരു ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്താണ് പഠിക്കണം, അല്ലെങ്കിൽ ഇപ്പം ഗ്രാവിറ്റേഷനകത്തുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഉണ്ട്. എനിക്ക് കണ്ടൻറ്റ് കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ മാത്സ് ആണല്ലോ. ഓക്കെ, അപ്പോൾ കണ്ടൻറ്റ് ഉണ്ട്. ഇപ്പോൾ അതാണ് എസ്കേപ്പ് വെലോസിറ്റി എല്ലാം ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ എസ്കേപ്പ് വെലോസിറ്റി പഠിപ്പിക്കുന്ന ആ ചാപ്റ്ററല്ല ആ വീഡിയോ, ആ കണ്ടൻറ്റ്, ആ എസ്കേപ്പ് വെലോസിറ്റി എവിടെയാണോ പറയപ്പെടുന്നത് ആ കാര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യും, ചെല്ലുവിടും. അപ്പം അങ്ങനെ ഒരു ഉപകാരമായ കാര്യം, നിങ്ങൾക്ക് എന്താണോ പഠിക്കേണ്ടതിലേക്ക് പെട്ടെന്ന് എത്തുകയും ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു പോവുകയും ചെയ്യാനായിട്ടുള്ള സാധിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മളെ ചാപ്റ്റേഴ്സ് ഓൾറെഡി നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജൂലൈ മാസത്തോടൊപ്പം നമ്മൾ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ്. അത് നിങ്ങളുടെ സപ്പോർട്ട് എന്തുമാത്രം നമ്മുടെ കൂടെ നിൽക്കുന്നു അതനുസരിച്ച് നമ്മൾ കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ ചാനൽ നിങ്ങൾക്ക് കണ്ടാലേ അറിയാം, മെല്ലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും നിങ്ങളുടെ കുറച്ച് പേരുടെ ഏകദേശം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കുട്ടികളുടെ സപ്പോർട്ട് കൊണ്ട് കുറച്ച് നന്നായിട്ട് കയറി വരുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താഴെ കാണുന്ന PDF-ഉം അവരിലേക്ക് ഷെയർ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ അവസാനം വരെ കണ്ടു നിന്നവർക്ക് എല്ലാവർക്കും വളരെ നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് പറഞ്ഞത്. കാരണം ആ വീഡിയോ ഈ ഒരു PDF എടുത്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പാട് ഉപകാരപ്പെടും. ഇത് നിങ്ങൾ എന്തുമാത്രം ഷെയർ ചെയ്യുന്നു, അതിൽ എത്ര കുട്ടികളിലേക്ക് ഈ കാര്യം കണ്ടൻറ്റ് എത്തപ്പെടുന്നു എന്നുള്ള ഞങ്ങളുടെ നിരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് മാത്രമേ നമുക്ക് മാത്സിൻ്റെയും അതുപോലെ തന്നെ എന്തിൻ്റെയും കെമിസ്ട്രിയുടെയും ചെയ്യാണ്ട് പറ്റത്തുള്ളൂ. കാരണം നമ്മളിത് ഇരുന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ സെർച്ച് ചെയ്യേണ്ട, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടുക. അപ്പോൾ അത്രയും ഒരു മോഡിഫിക്കേഷനോടെ ഞങ്ങൾ എത്തിക്കുമ്പോൾ നിങ്ങളതിനുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഈ ഷെയറിംഗ് ആണ്, നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ അത് നമ്മളിലേക്ക് എത്തുന്നതനുസരിച്ച് നമുക്ക് ഇനിയും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നമ്മുടെ ബാക്കിയുള്ള PDF-ഉം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്കിനി നോട്ട് വേണമെങ്കിൽ അനുസരിച്ച് ചെയ്യാൻ പറ്റും, ലൈവ് ക്ലാസ്സുകൾ അനുസരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തുമാത്രം കൂടെ നിൽക്കുന്നു അതനുസരിച്ച് നമ്മളും കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പോട് കൂടി ഞാൻ നിർത്തുന്നു. മാക്സിമം ഷെയറിങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമല്ലോ.